അന്ന് ചേട്ടൻ്റെ ഏതോ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ വായിച്ച ഒരു ഓർമ്മയിലാണ്. അമ്മയായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ കുട്ടിക്കാലത്ത്? ഇതേപോലെ അമ്മയ്ക്ക് നാടകം ഇപ്പോഴത്തെ അമ്മയാണ് അല്ല, സംഘടന അമ്മയല്ല. ചേട്ടന് എപ്പോഴും രണ്ടമ്മമാരായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് സ്വന്തം അമ്മ, സംഘടന അമ്മ. സംഘടന അമ്മ നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും സ്വന്തം അമ്മയായിട്ട് ഒരു ചെറിയ പ്രശ്നം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അത് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുകയില്ല, അമ്മയ്ക്ക് എന്നെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ, നമ്മുടെ രക്ഷിതാക്കൾക്ക് എപ്പോഴും മക്കൾ വഴിവഴിച്ച് പോരുമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അത് അവരുടെ കൺസെപ്റ്റ് വെച്ചാണ് അവർ, അവരുടെ ആംഗിളിലാണ് അവർ നോക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത് പിന്നെ എസ്റ്റേറ്റിൻ്റെ അടുത്ത്, മറ്റേ വേറെ അഭിനയിച്ചിട്ടുണ്ട്. എസ്റ്റേറ്റിൻ്റെ അടുത്ത് അവരുടെ തൊഴിലാളികൾക്ക് മുഴുവൻ വന്നിരുന്ന് കാണുന്ന ഒരു പ്ലീനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനം, അതിന് PJ ആൻ്റണി എഴുതിയ ഞങ്ങളുടെ മണ്ണ് അവതരിപ്പിച്ചു. അപ്പോൾ അതിലൊരു നടിയുണ്ട്, ചങ്ങനാശ്ശേരി ചിന്നമ്മ. ഒരു ഉരലിൻ്റെ പുറത്തിരുന്ന് ഈ ചിന്നമ്മയായിട്ട് ലവ് സീനുണ്ട് നാടകത്തിൽ. നാടകത്തിൽ. അതിനിടയ്ക്ക് ഞാൻ ഈ ഉരലെന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചിരിക്കും. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശുപത്രി മൈതാനമാണ്, ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു മൈതാനം, അവിടെയാണ് ഈ നാടകം. അപ്പോൾ നല്ല കൈയടിയും എനിക്ക് പ്രചോദനം ഒത്തിരി കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ തൊഴിലാളി സ്ത്രീകളെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞ്, കുഞ്ഞിൻ്റെ നാടകം കണ്ടു കേട്ടോ, കലക്കൻ സാധനമാണ്. കൂടെ ഒരു പെണ്ണഭിനയിച്ച് സുന്ദരിയാ, മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സുന്ദരിയാണ് അവർ, എങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇത് തോന്നുമല്ലോ, കുഞ്ഞിന് പറ്റുന്ന പാർട്ടിയാണെന്ന്, ചേരുവെന്ന്. അമ്മ അത് തെറ്റിദ്ധാരണ രീതിയിലെടുത്തു, അവരോടൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ നാടകം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ കാശില്ലാതെ കഷ്ടപ്പെടുക. വിശന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ചോറ് വേണം, വിശക്കുന്നു. അമ്മയൊന്നും മിണ്ടിയില്ല. നേരെ അടുക്കളയിൽ ചെന്നിട്ട് ചോറെടുത്ത് കൊണ്ടുവന്ന് അതിന് ഉപയോഗിച്ചു. അയലക്കറിയായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. വീട്ടിലെല്ലാവരും കുറച്ച് എരിവ് കൂടുതൽ ഉപയോഗിക്കും. പക്ഷേ അന്ന് നാക്കെ തൊടാൻ പറ്റുന്നില്ല. ഞാനും എരിവ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്, തൊടാൻ പറ്റുന്നില്ല. ഞാൻ ചുമ്മാ ഇവിടുന്ന് സാധാരണ ചോദിക്കുന്നല്ലേ, ഇത് മനുഷ്യന് വായി വെച്ച് തിന്നാൻ നോക്കുന്നില്ല, ഭയങ്കര എരിവാണല്ലോ. ഉടനെ അമ്മ അവിടെ അടുക്കളയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലോട്ട് ചെല്ലടാ, അവിടെ വെച്ച് തരും മീൻകറി നന്നായിട്ട്. ഈ മീൻകറി വെക്കാൻ ചങ്ങനാശ്ശേരി ഒരു സ്ഥലമാണ്, കോട്ടയം ചങ്ങനാശ്ശേരി പാലാരി. അപ്പോൾ അത് വെച്ച അമ്മയുടെ താങ്ങ്. അതിൻ്റെ കൂടെ ഈ ചങ്ങനാശ്ശേരി തങ്കവും ചിന്നമ്മയ്ക്കിട്ട് കൂടെ ഞാനുമായിട്ട് വേറെന്തോ ഇടപാട് പോലെ. എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഒരു റോൾ തടി ഇരുന്ന് അതെടുത്ത് ഈ ചോറ് ഇതിൽ അവിടെ ഒറ്റ അടിയാണ്. ഇത് പ്ലേറ്റോടെ നിരങ്ങി അടുക്കളയ്ക്കകത്ത് അമ്മയുടെ കാലിലൂടെ അവിടെ ഇങ്ങോട്ട് എൻ്റർ ചെയ്തിട്ട്, അമ്മ നിങ്ങൾ വാടാ തിന്നാൻ, നിനക്ക് വിളമ്പി തരാം. അതിനുശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ച 35 വർഷം ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പല അടിയന്തര സ്ഥലത്ത് വെച്ചും കാണാറുണ്ട്. ഒരു മരിച്ച സ്ഥലമോ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചാൽ കാണാറുണ്ട്, സംസാരിക്കും.